അമ്മ സംഘടനയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തുകയാണ്. ഇതാ ശ്വേതാ മേനോന്റെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകുകയാണ് അൻസിബ ഹസൻ. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്താണ് അൻസിബയുടെ ഇപ്പോഴത്തെ നിയമപരമായ നീക്കം? കക്ഷി ചേരുക ശ്വേതാ മേനോന്റെ ഹർജിയിൽ. അതായത് ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ഒരു ഹർജിയിൽ എറണാകുളം മുനിസിപ്പൽ കോടതി നിർണായകമായ തീരുമാനമെടുത്തിരുന്നു. അത് ഈ അടുത്തിടെ രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു ഉത്തരവായിരുന്നു അത്. രമേശ് പി ഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി തടയുന്ന ഒരു ഉത്തരവായിരുന്നു ശ്വേതാ മേനോൻ കോടതിയിൽ നിന്ന് സമ്പാദിച്ചത്. അത് അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനും അമ്മയുടെ ഭാവി പ്രവർത്തനത്തിനും പ്രതിസന്ധിയായിട്ടുണ്ട്. മാത്രമല്ല, കോടതി പ്രത്യേകം ഒരു ഉത്തരവിൽ കാര്യം വ്യക്തമാക്കിയിരുന്നു. ശ്വേതയുടെ നേതൃത്വത്തിൽ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരാനുള്ള അനുമതിയും കൊടുത്തിരുന്നു. അത് ആണ് ഇപ്പോൾ നിയമപ്രശ്നമായി അമ്മ അഡ്ഹോക് കമ്മിറ്റിക്ക് മുമ്പായും താരസംഘടനയ്ക്ക് മുമ്പായും ഉള്ളത്. ആ പ്രശ്നം വീണ്ടും കോടതിയുടെ മുമ്പാകെ വരികയാണ് അടുത്ത ദിവസം. അപ്പോഴാണ് ഇന്ന് ഈ മറുപക്ഷത്ത് നിൽക്കുന്ന അൻസിബ ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ, കക്ഷി ചേരൽ ഹർജി മുനിസിപ്പൽ കോടതിയിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അൻസിബയുടെ ആവശ്യം ഈ കേസിൽ തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായും ശ്വേതാ മേനോൻ ഉന്നയിച്ചത് അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം നിയമപരമല്ല, അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് നിയമാനുസൃതമല്ല, ഈ സംഘടനയുടെ ബൈലോയ്ക്ക് വിരുദ്ധമായ നടപടിയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ രൂപീകരണം എന്നൊക്കെയാണ്. അപ്പൊ അതല്ല എന്ന് വാദിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ നിലപാട് പറയുന്നതിന് വേണ്ടി അൻസിബ കോടതിയിൽ കക്ഷി ചേരുന്നു എന്നുള്ളതാണ്. അപ്പൊ രണ്ടാവശ്യമാണ്: തന്നെ കൂടി കേൾക്കണം, മറ്റൊന്ന് മുൻ തീരുമാനം, അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഏതായാലും സമാന്തരമായി ശ്വേത ചില നടപടികളിലേക്ക് കടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് കൈവശമുണ്ട് ശ്വേതയും വിഭാഗത്തെയും സംബന്ധിച്ചിടത്തോളം. അവർ പഴയ കമ്മിറ്റി, ഇതിനകം ഔദ്യോഗികമായ 3 പേർ രാജി സമർപ്പിച്ചിരുന്നു. ഔദ്യോഗികമായി രാജി സമർപ്പിക്കാത്ത ബാക്കിയുള്ളവരെ ചേർത്ത് പഴയ കമ്മിറ്റി വീണ്ടും ചേരാനുള്ള ഒരു നീക്കം ശ്വേതാ മേനോൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നീക്കം കൂടി തിരിച്ചറിഞ്ഞിട്ടാണ് അൻസിബ വിഭാഗം അല്ലെങ്കിൽ എതിർപക്ഷം ഇപ്പോൾ മുനിസിപ്പൽ കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നത്. അതായത് ശ്വേതാ മേനോന് അനുകൂലമായ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് ഇന്ന് പരിഗണിക്കാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിൽ എന്ന് കേസെടുക്കുന്നുവോ അപ്പോൾ അൻസിബയുടെ ഭാഗം കൂടി കേൾക്കണോ, ആ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ അലോ ചെയ്യണോ എന്ന് മുനിസിപ്പൽ കോടതി തീരുമാനിക്കും. അലോ ചെയ്താൽ അൻസിബയുടെ വാദം കേൾക്കും. ഇനി അലോ ചെയ്തില്ലെങ്കിൽ അൻസിബയുടെ വാദം കേൾക്കാതെ ശ്വേതയുടെ വാദം കേട്ട് കോടതി അന്തിമ ഉത്തരവ് പറയും. അതാണ് സാഹചര്യം. ശരി, ശ്വേതാ മേനോന്റെ ഹർജിയിൽ ഇതാ അൻസിബ കക്ഷി ചേരാനായി അപേക്ഷ നൽകിയതിന്റെ വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.